ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ ഡെയിലി റാമ്പിൾ പാത്തൂസ് കിടക്കാച്ചി ഷോ. അപ്പോൾ ഇന്നിതൊരു ഈദ് വ്ളോഗാണ്. പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ രാത്രി കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. പിള്ളേരൊക്കെ പൂത്തിരിയൊക്കെ കത്തിച്ചെങ്കിൽ സന്തോഷിക്കുകയാണ്. പൂത്തിരി കത്തിക്കലൊക്കെ ശേഷമാണ് മൈലാഞ്ചി ഇടാനിരുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവരെ കൈമലൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അങ്ങനെ അടിപൊളിയാക്കി കൊടുത്ത്. നമ്മളെ ചെടി നനക്കലിനൊക്കെ ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി മുട്ടക്കറി ആയിരുന്നു. പിന്നെ ഒരു ചെറിയ പുഡിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി അരറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മിക്സ് ഒന്ന് സെറ്റാവാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതൊന്ന് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് പാലും ബൂസ്റ്റും കൂടിയുള്ള സിറപ്പ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ വീണ്ടും കസ്റ്റാർഡ് മിക്സ് ഇടുക. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അതിന് മുകളിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ബൂസ്റ്റ് വിതറിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് കിക്കറ്റും നട്ട്സും വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒന്ന് സെറ്റ് ആവാൻ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ പെരുന്നാളായിട്ട് ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ണിയപ്പം ചുട്ടെടുക്കണം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം വെജിറ്റബിൾസൊക്കെ വാട്ടി നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുകയാണ്. പിന്നെ അപ്പുറത്താണ് അടുപ്പിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ വാട്ടി ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം വേഗം തന്നെ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആവലാണ്. ഫോട്ടോ എടുക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈദ് പ്രിപ്പറേഷൻസൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ് സെറ്റായിട്ടുണ്ട്, ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വിരുന്നാരുകളായിട്ട് വന്നു പോയിട്ടുണ്ട്. എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്, നല്ലൊരു ഈദ് നേരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.